പാട്ടുപാടിയാൽ ഹൃദ്രോഗം മെച്ചപ്പെടുമോ? സാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. 250 വർഷങ്ങൾക്ക് മുൻപ് ഒരു വൈദികൻ എഴുതിയ ഗാനം ദിവസവും 10 മിനിറ്റ് ആലപിക്കുന്നത് ഹൃദ്രോഗത്തിൻ്റെ അനന്തരഫലങ്ങൾ മാറ്റാൻ സഹായിക്കുമെന്ന് വിസ്കോൺസിൻ മെഡിക്കൽ കോളേജിലെ ഗവേഷകരാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1772 വൈദികനും കവിയുമായ ജോൺ ന്യൂട്ടൺ രചിച്ച അമേസിംഗ് ഗ്രേസ് എന്ന ഗാനം പതിവായി ആലപിക്കുന്നവരിൽ ഹൃദയത്തിന് ചുറ്റുമുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന സൂചകമായ എൻഡോതെലിയൽ പ്രവർത്തനത്തിൽ വലിയ പുരോഗതി കൈവരിക്കുന്നതായി കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നു. വിവിധ ഗാനങ്ങൾ ആലപിക്കുന്നത് ഹൃദ്രോഗമുള്ള പ്രായമായ വ്യക്തികളുടെ രക്തക്കുഴലുകളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന വിസ്കോൺസിൻ മെഡിക്കൽ കോളേജിലെ ഗവേഷകരുടെ നിരീക്ഷണത്തിൽ നിന്നാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 60 വയസ്സിന് മുകളിലുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നവരോ മുമ്പ് ഹൃദയാഘാതം വന്നവരോ ആയ 65 പേരെയാണ് ഗ്രൂപ്പ് റിക്രൂട്ട് ചെയ്തത്. ഒരു പരിശീലകൻ്റെ മാർഗനിർദ്ദേശത്തിൽ അവർ 4 പാട്ടുകൾ പാടി. ഓരോ പാട്ടിൻ്റെ സമയത്തുമുണ്ടാകുന്ന രക്തപ്രവാഹത്തിലെ മാറ്റങ്ങൾ ഇവർ രേഖപ്പെടുത്തി. ഇതിൽ 22% പേരിലും അമേസിംഗ് ഗ്രേസ് പാടുമ്പോൾ രക്തയോട്ടം മെച്ചപ്പെടുന്നതായി കണ്ടെത്തി. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ടെത്തി. ഞാൻ അന്ധനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നു. നല്ലതും ശ്രേഷ്ഠവുമായത് കർത്താവ് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വചനം എൻ്റെ പ്രത്യാശ ഉറപ്പിക്കുന്നു. അവിടുന്ന് എൻ്റെ പരിചയം ഓഹരിയുമാണ് എന്നിങ്ങനെയാണ് ഈ ഗാനത്തിൻ്റെ വരികൾ. ഇംഗ്ലണ്ടിലെ ഓൾണിയയിലെ ആംഗ്ലിക്കൻ വൈദികനായിരുന്ന ജോൺ ന്യൂട്ടൺ സെൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾ ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയ്ക്കായി എഴുതിയ വരികളാണിത്. കൃപയിലൂടെ നിരാശതയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരാത്മാവിൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും കുറിച്ചുള്ള ഗാനം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതാനുഭവമാണെന്ന് പറയപ്പെടുന്നു. ചെറുപ്പത്തിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് നടന്ന അദ്ദേഹം അടിമക്കച്ചവടക്കാരനായി തീർന്നു. പിന്നീട് അസുഖം ബാധിച്ചതിനെ തുടർന്ന് കച്ചവടം ഉപേക്ഷിക്കുകയും വിശ്വാസം സ്വീകരിച്ച് ആംഗ്ലിക്കൻ സഭയിൽ ചേരുകയുമായിരുന്നു. ഏതായാലും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ സാധാരണയായി ചെയ്യുന്ന വ്യായാമങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ശാരീരികമോ ഓർത്തോപീഡിക് പരിമിതികളോ ഉള്ള പ്രായമായ വ്യക്തികൾക്ക് എളുപ്പം സ്വീകരിക്കാനാവുന്ന ചികിത്സാ രീതിയായി ഇത് കണക്കാക്കാവുന്നതാണെന്ന് ഗവേഷകർ പറയുന്നു. എന്നിരുന്നാലും കൂടുതൽ സമയം ഗാനങ്ങൾ ആലപിക്കുന്നതിലൂടെ രക്തക്കുഴലുകളിലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദമായ പഠനത്തിലാണ് ഗവേഷകർ.